ഹലോ വെൽക്കം ബാക്ക് അനുസിയമ്മ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അതേ ടെക്സ്ചറിലും ടേസ്റ്റിലും വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണേ. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. ഇത് 250 ml കപ്പിൽ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കഴുകിയെടുത്തിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. 10 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചാൽ മതി, അതിൽ കൂടുതൽ വെക്കണമെന്നില്ല. ഇനി ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ട് അത് തിളപ്പിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചെടുക്കുന്നുണ്ട്. അരി വേവിച്ചെടുക്കുമ്പോൾ എപ്പോഴും കുറച്ചധികം വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയധികം വെള്ളം വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അരി ഒട്ടിപ്പിടിക്കാതെ വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങ നീരാണ്. കുരുവെല്ലാം കളഞ്ഞിട്ടാണ് നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചെറുനാരങ്ങ നീരിന് പകരമായിട്ട് വിനാഗിരി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കുകയാണ്. അരിയിലെ വെള്ളമൊക്കെ നന്നായി ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് അരി വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം അരി വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിലായിട്ട് വെക്കാനായിട്ട് പാടില്ല. ഇനി തുടർന്ന് വേവട്ടെ. അപ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കുക. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ നന്നായി ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. 1 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് വേറെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. സോയ സോസിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ടാണ് വേറെ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോഴേക്കും അരി ഇതവിടെ വെന്തിട്ടുണ്ടായിരുന്നു. അരി ഒരു ഏകദേശം 80% വെന്താൽ മതി. ഒരുപാട് ഓവറായിട്ട് വെന്ത് കുഴഞ്ഞു പോകാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. വേവിച്ചെടുക്കുമ്പോൾ ഒരുപാടായിട്ട് വെന്ത് പോകാനായിട്ട് പാടില്ല. അപ്പോൾ അത് 8 മിനിറ്റാണ് എനിക്കിപ്പോൾ ഈ അരി വേവാനായിട്ട് വേണ്ടി വന്നത്. അപ്പോഴേക്കും ഒരു 80% വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊരു അരിപ്പപാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഈ ഒരു വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ ഇനിയും വേവ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേഗം തന്നെ ഇതൊരു അരിപ്പപാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അതായത് എല്ലാ അരിപ്പപാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം മുഴുവനായിട്ട് പോയതിനു ശേഷം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതേപോലത്തെ ഒരു വലിയ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഇതിലുള്ള വെള്ളവും മുഴുവനായിട്ടും വറ്റി കിട്ടും. അപ്പോൾ അതിനോടും വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നത്. ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അടും മുരിഞ്ഞു പോകുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പാടില്ല. എന്നാൽ അത്യാവശ്യം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ടാകണം. നല്ല സോഫ്റ്റും ആയിരിക്കണം. ആ ഒരു രീതിയിൽ വേണം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കുകയാണ്. മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. 2 മുട്ടയിലേക്ക് സോയ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം സെയിം പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ മുട്ട ഒന്ന് ചിക്കി എടുക്കണം. ഓയിൽ ഒരുപാടായിട്ട് ഉണ്ടാവാനായിട്ട് പാടില്ല. ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കോരി മാറ്റുക. എന്നിട്ട് വേണം ഒഴിച്ചെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഈ മുട്ടയിലേക്ക് ഒരുപാട് ഓയിൽ വലിച്ചെടുക്കും. മുട്ട നന്നായി ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതും കോരി മാറ്റി വെക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. വെജിറ്റബിൾസ് ആയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ക്യാരറ്റും അതുപോലെ തന്നെ ബീൻസും ആണ്. അത് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. കാരണം വെജിറ്റബിൾസിൻ്റെ കളർ മാറാനായിട്ട് പാടില്ല. എന്നാൽ വെജിറ്റബിൾസ് എല്ലാം കുക്കാവും വേണം. അതുകൊണ്ടൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഈ വെജിറ്റബിൾസിലേക്കും സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം സോയ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അത് വെജിറ്റബിൾസ് എല്ലാം വയറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചിക്കിയതും അതുപോലെ തന്നെ ചിക്കനും ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് വേറെ പൗഡേഴ്സും കാര്യങ്ങളൊന്നും യൂസ് ആക്കുന്നില്ല. അപ്പോൾ അതെല്ലാം വയറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോറിട്ട് കൊടുക്കുകയാണ്. ചോറെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കയ്യിലോണ്ട് ഒരുപാട് കുത്തിയിളക്കാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചോറ് പൊട്ടിപ്പോകും. അതുപോലെ പിടിയിൽ പിടിച്ചിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്.
ഇനി ഇതുപോലെ പിടുത്തില്ലാത്ത പാത്രമാണെന്നുണ്ടെങ്കിൽ പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ട് ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോണ പോലെ ആകും. അപ്പോൾ അതെല്ലാം നന്നായി മിക്സ് ആവുന്ന രീതിയിൽ ഇവിടെ ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കിടന്നിട്ട് ചോറൊന്ന് ചൂടായിട്ട് കിട്ടണം. സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്കിപ്പോൾ ഒന്നും ചേർത്തെടുക്കേണ്ടി വന്നിട്ടില്ല, എല്ലാം കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ചോറ് ഇതിൽ കിടന്നിട്ട് നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.